ഹലോ, അസ്സാം വലൈക്കും. ഇത് ചേരമാൻ പെരുമാളിൻ്റെ ഖബർസ്ഥാനാണ്. ഇത് നമ്മളെ കേരളത്തിൽ ആദ്യമായിട്ട് മസ്ജിദ് നിർമ്മിച്ച ചേരമാൻ പെരുമാളാണ്. ഞാൻ ആദ്യം പോയത് അവിടെയാണ്. അത് കഴിഞ്ഞ ഉടനെ ഞാൻ പോയത് നബി ഇമ്രാൻ്റെ ഖബറിലേക്കാണ്. വളരെ നീളം കൂടിയൊരു ഖബറായിരുന്നത്. നമ്മളുടെ നബി ഇമ്രാൻ്റെ ഖബറാണത്. നമ്മളെ പണ്ട് എല്ലാ നബിമാരും വളരെ നീളം കൂടിയ ആൾക്കാരായിരിക്കുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഞാൻ വളരെ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും നമുക്കവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ശാന്തമായിട്ടിരിക്കുവാനും വളരെ പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം തന്നെ പറയാം നമുക്ക്. അങ്ങനെ തിക്കും തിരക്കോ ആളുകളോ ബഹളമോ ഒന്നുമില്ല. ഏത് മതസ്ഥിതിയുള്ള ആൾക്കാർക്കും അവിടെ പോകാനും ദുആ ചെയ്യാനും കാണുവാനും അവസരമുണ്ട്. സിയാറത്ത് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. വളരെ ശാന്തമായ സ്ഥലം. എനിക്ക് അവിടെ പോയി കണ്ടതിൽ വളരെ സന്തോഷം തോന്നി. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നബി അയ്യൂബിൻ്റെ ഖബറിലേക്കാണ് പോയത്. അത് യത്തീൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. യത്തീൻ എന്ന് പറഞ്ഞൊരു മലമുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നബി അയ്യൂബ് വളരെ കാലം അസുഖമായിരിക്കുകയും പിന്നീട് അള്ളാഹു ഒരു ശിഫയാക്കുവാൻ വേണ്ടി ഒരു വെള്ളം ഇറക്കം ചെയ്യുകയും ആ വെള്ളത്തിൽ നിന്നും അസുഖം മാറുകയും ചെയ്തതാണ് ചരിത്രം. നബി അയ്യൂബ് വളരെ കാലം കഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ട് അസുഖം കാരണത്താൽ. നബി അത് സലാല എന്ന് പറഞ്ഞ സ്ഥലത്ത് യത്തീനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെയും ഇതുപോലെ തന്നെ ആളും ബഹളമോ ഒന്നുമില്ല. വളരെ ശാന്തമായ സ്ഥലവും നമുക്ക് ദുആ ചെയ്യുവാനും. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തണുപ്പും നല്ല തണുത്ത കാറ്റും എന്താണെന്ന് പറയാൻ പറ്റും. ഒരു സമാധാനം. നമ്മൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക സമാധാനം, ശാന്തത. ആളും ബഹളമോ ഒന്നും